വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞാൻ ഇന്നും മറക്കാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ 3-ാമത്തെ ദിവസമാണ്, ആദ്യമായിട്ടാണ് തോന്നുന്നു അടുപ്പിച്ചിട്ട് വീഡിയോ ഇടുന്നത്. ആൻഡ് ഇന്നും ഞാൻ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു അടിപൊളിയാണ്, സൂപ്പർ ഒരു ടൈപ്പ് ഓഫ് ബാഗാണ്. ആൻഡ് നല്ല അഫോർഡബിൾ ആണ്. ഇതിന് അൺബോക്സിങ് എല്ലാം ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് എൻ്റെ ഷോർട്സിൻ്റെ ഹോം പേജിൽ ഷോർട്സിൻ്റെ സെക്ഷനിൽ ഉണ്ടാകും എൻ്റെ ആ വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബാഗ് വന്നിട്ട് ഇതാ ഒരു അടിപൊളി ആൻഡ് ക്യൂട്ട് ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷറി ടൈപ്പ് ഓഫ് ബാഗാണ്. അത് പായൻ്റെ കൂടെ ആയാലും, അതേപോലെ തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ആയാലും, എത്നിക് വെയറിൻ്റെ കൂടെ ആയാലും ഒരേപോലെ സ്യൂട്ട് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബാഗ് ഗായ്സ്, ദിസ് ഈസ് ദ ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എക്സെപ്റ്റ് ദിസ് ചെയിൻ. പക്ഷേ ഈ ചെയിനാണ് ഈ ബാഗിന് ഭംഗി കൊടുക്കണത്, എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചങ്ങല എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഈ ഒരു ബാഗിൻ്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഓവർലുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ഇതിൻ്റെ സ്ലിങ്ങിൽ വന്നിട്ട് കണ്ടോ, ഇതാ ഇതേപോലെ ഗോൾഡൻ കളറിൻ്റെ ചെയിൻസിൻ്റെ ഇടയിൽ ബ്ലാക്ക് ലെതറാണ് കൊടുത്തത്. ആൻഡ് അഡ്ജസ്റ്റബിൾ അല്ല, ഇതിൻ്റെ 2 ഹോൾസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ്, ഇതിൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാകും ഇത് ഫസ്റ്റ് എങ്ങനെ എനിക്ക് ഓപ്പൺ ആക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാനിത് കുറേ പിടിച്ചു വലിച്ചു. ഞാൻ വിചാരിച്ച് മാഗ്നറ്റ് ആയിരിക്കുന്നു വിചാരിച്ചു, ഞാനിത് കുറേ പിടിച്ചു വലിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം ഇത് കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ചാലും മതിയെന്ന്. എനിക്ക് ആദ്യമായിട്ട് അതുപോലത്തെ ഒരു ബാഗ് കിട്ടുന്നത് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ തിരിച്ചാൽ ഈ ലോക്ക് ഓപ്പൺ ആകും. ആൻഡ് വി ക്യാൻ ഓപ്പൺ ദിസ്. എന്നിട്ട് ഈ ഒരു ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഹോള് ഉണ്ടോ, ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒന്നും കൂടി ഇടുക. അപ്പം അതങ്ങനെ ലോക്കാകും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടാൽ ഒന്നും കൂടി ലോക്കാകും. ഷെയ്ക്കാകുന്നു. എനിക്കറിയാം ഈ ഒരു പോസ്റ്റിൽ എന്നെ കണ്ട് മടുത്ത് എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഇരുട്ടായത് കാരണം എൻ്റെ ഈ റൂമിൽ മാത്രമാണ് കുറച്ച് വെളിച്ചമുള്ളത്. പിന്നെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ പോയി ബാക്ക് ക്യാമറ കാണുന്നില്ല, ഇനി ബാക്ക് ക്യാമറ കാണില്ല. കണ്ടോ, ഇതുപോലെ ഒരു വ്യൂ ആണ് എൻ്റെ ബാക്കിലേക്ക്. അപ്പം രാവിലെ ആയാലും അതേപോലെ തന്നെ ഈവനിങ് ആയാലും നല്ല ലൈറ്റ് ഉണ്ടാവും, സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു മഴയുള്ള സമയത്തൊക്കെ റിംഗ് ലൈറ്റ് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിംഗ് ലൈറ്റ് മേടിച്ചത്. പക്ഷെ അതാണെങ്കിലും എൻ്റെ സ്പെക്സ് എനിക്ക് പണി തന്നു. അതായത് സ്പെക്സ് ആണെന്നാൾ ഞാനൊരു ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഇരുട്ട് മൂടി കിടക്കുകയായിരുന്നു. ഇനി ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്രയൊക്കെയാണ് നോക്കാം. ആകെ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പക്ഷെ ഉള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല സ്പേഷ്യസ് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കാണിച്ചു തന്നൊരു ബാഗ് ഉണ്ടായിരുന്നു. അത് ബാഗ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. കാരണം ഓഫീസ് യൂസിനും സ്റ്റുഡൻസിനും ഒക്കെ ഒരേപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് അതും ഇതും. സോ ഇത് നമുക്ക് ഇത്രയും വേണമെങ്കിൽ വീതി കൂട്ടാം. കണ്ടോ, ഇത്രയും നമുക്ക് വീതി കൂട്ടാം. എന്നിട്ട് സോറി അപ്പം ഇത്രയും നമുക്ക് വീതി കൂട്ടാം. ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇത്രയുണ്ട്. എൻ്റെ എൽബോൻ്റെ ഏകദേശം അടുത്തൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ, ഇതേപോലെ ഒരു ഇതായിട്ടാണ് കൊടുത്തത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ലെതർ ടച്ച് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയലും. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൺലി 264 റുപ്പീസ് മാത്രമേ ഈ ഒരു ബാഗിന് റേറ്റ് ഉള്ളൂ. ഞാൻ പറയാം മക്കളെ, നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല, പോയിട്ട് മേടിച്ചു.
ഈ ഇടയായിട്ട് ഫ്ലിപ്കാർട്ടിൽ അടിപൊളിയായിട്ട് സാധനങ്ങളുണ്ട്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ബാഗ് കളക്ഷൻസിൻ്റെ കുറിച്ചായിട്ട് ഞാൻ പറയണത്. അടിപൊളി ബാഗുകളുണ്ട്. നമുക്ക് മീഷോയിൽ കിട്ടുന്ന ആ ഒരു റേഞ്ചിലും ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഓഫ് ബാഗുകളും നമ്മൾക്ക് ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട്. നിങ്ങൾ മീഷോ തന്നെ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോയിട്ടൊന്ന് ഫ്ലിപ്കാർട്ടും കൂടിയും ചെക്കൗട്ട് ചെയ്യുക. അടിപൊളി ബാഗ്സ് ഉണ്ട്. ഇത് ഇന്നലെ മേടിച്ചതും മിനിയാന്ന് ഞാൻ ഇട്ട വീഡിയോയിലുള്ളതും ഇതും കൂടിയും കൂട്ടിയിട്ട് ഞാൻ ഈ ബാഗ്സ് ഫുള്ളും ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതേപോലെ തന്നെ എനിക്ക് അയച്ച സാധനങ്ങൾ ഇതുവരെയായിട്ട് മാറി തന്നിട്ടുമില്ല. വലിയ റേറ്റ് എനിക്ക് 500 ബിലോ, 500 ഒന്നും പറയാൻ പറ്റില്ല, ഒരു 350 ബിലോ റേഞ്ചിൽ എനിക്ക് ബാഗ്സ് ഞാൻ ഈ 3 ഞാൻ മേടിച്ചത്. അതായത് 3 ആ ഒരു പ്രൈസ് റേഞ്ചേ വന്നിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ബാഗ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓറൽസ് ഐ വിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താണ് ഞാൻ കമൻറ്റിൽ ഡയറക്റ്റായിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ് ഇൻഷാല്ലാ. ആൻഡ് ഇത് വേറെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാനിപ്പം പോസ്റ്റ് ചെയ്യല്ലോ, വീഡിയോ ഇത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനിപ്പം കാണിച്ചു തരാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ബൈ ബൈ.